തപാൽ മാസ്റ്റർ തുടരുന്നു. മൂത്ത മഴക്കാലത്ത് തീരെ പരിചയമില്ലാത്ത മറുനാട്ടിൽ സുഖക്കേട് പിടിപെട്ട് കിടപ്പിലായി പോകുമ്പോൾ തന്റെ ശുശ്രൂഷയ്ക്ക് ഒരാളുണ്ടായാൽ കൊള്ളാം എന്ന് ആരും ആശിച്ചു പോകും. തന്റെ ചൂടുള്ള നെറ്റിത്തടത്തിന്മേൽ ശംഖുവള ധരിച്ച ഒരു കോമളഹസ്തത്തിന്റെ ശീതള സ്പർശനത്തെ അയാൾ കൊതിക്കും. രോഗപീഠകളുടെ ശമനത്തിനായി തന്റെ മേൽ വാത്സല്യാമൃതത്തെ വർഷിച്ചുകൊണ്ട് സ്നേഹമയിയായ മാതാവോ ജ്യേഷ്ഠത്തിയോ അരികിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ എന്നോർത്ത് സമാധാനപ്പെടുവാൻ സാധിക്കുമാറ് അവരുടെ സാന്നിധ്യത്തെ അയാൾ മനസ്സുകൊണ്ട് ധ്യാനിക്കും. ഈ വക ആശകളും പ്രതീക്ഷകളും നമ്മുടെ തപാൽ മാസ്റ്ററുടെ മനസ്സിലും ഉദിക്കാതിരുന്നില്ല. അയാളുടെ ആ അഭിലാഷങ്ങൾ തീരെ വ്യർത്ഥമായി പരിണമിച്ചതുമില്ല. ആ ചെറിയ പെൺകുട്ടി പെട്ടെന്ന് ഒരു കുട്ടി അല്ലാതായിത്തീരുന്നു. അവൾ ഉടനെ ഒരു മാതാവിന്റെ സ്ഥാനത്തു കയറിയിരിപ്പായി. അവൾ തൽക്ഷണം പോയി വൈദ്യനെ വിളിച്ചു കൊണ്ടുവന്നു. മരുന്നും ഗുളികയും അതാതു സമയങ്ങളിൽ തന്നെ രോഗിക്ക് കൊടുത്തു. രാത്രി മുഴുവനും രോഗിയുടെ ശയ്യയ്ക്കു സമീപം ഉറക്കമൊഴിച്ചിരുന്നു. രോഗിക്കുള്ള പ്രത്യേക ആഹാരങ്ങളെല്ലാം തന്നെത്താൻ പാകപ്പെടുത്തി കൊടുത്തു. നാഴികക്കിടയിൽ ഒരു 40 വട്ടം രോഗിയുടെ സമീപത്തിൽ ചെന്ന് ആട്ടെ ചേട്ടാ, ഇപ്പോൾ എങ്ങനെ, കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ടോ എന്ന് ഉത്കണ്ഠാപൂർവം അന്വേഷണവും നടത്തി. വളരെ നാളുകൾക്കു ശേഷം തപാൽ മാസ്റ്റർ ക്ഷീണിച്ച ദേഹവുമായി ദീനക്കിടക്ക വിട്ട് എഴുന്നേറ്റു. അതോടുകൂടി ഇനി ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഏതു തരത്തിലും ഇവിടുന്ന് ഒരു സ്ഥലം മാറ്റം വാങ്ങണം എന്ന് മനസ്സുകൊണ്ട് ആലോചിച്ച് ഉറയ്ക്കുകയും ചെയ്തു. ദിക്കു പിടിക്കില്ലെന്നുള്ള കാരണം കാണിച്ച അയാൾ ഉടനെ കൽക്കത്തയിലെ മേലധികാരികൾക്ക് ഒരു സ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷ അയക്കുകയും ചെയ്തു. രോഗശുശ്രൂഷയുടെ ഭാരം ഒഴിവായപ്പോൾ രത്നം പഴയപടി വാതിലിനു വെളിയിൽ തന്നെ വീണ്ടും സ്ഥലം പിടിച്ചു. എന്നാൽ പണ്ടത്തെ പോലെ അവളെ ആരും ഇപ്പോൾ വിളിക്കാതായി. ഇടയ്ക്കിടയ്ക്ക് അവൾ ഒരു ഔത്സുക്യത്തോടുകൂടി അകത്തേക്ക് എത്തിച്ചു നോക്കും. അപ്പോഴെല്ലാം തപാൽ മാസ്റ്റർ അത്യന്തം വിചാരമഗ്നനായി കസേരയിൽ ഇരിക്കുകയോ കട്ടിലിന്മേൽ കിടക്കുകയോ ആയിരിക്കും. ഗുരുനാഥന്റെ വിളി കേൾക്കാൻ കൊതിച്ചുകൊണ്ട് രത്നം കാത്തിരിക്കുമ്പോൾ അയാൾ അക്ഷമനായി തന്റെ അപേക്ഷയ്ക്കുള്ള മറുപടിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഉത്കണ്ഠയോടെ ഇരിക്കുകയായിരിക്കും. മുറിക്കു വെളിയിലിരുന്ന് അവൾ പഠിച്ച പാഠങ്ങൾ 1000 പ്രാവശ്യം വായിച്ചുരുവിടും. വല്ലപ്പോഴും ഓർക്കാപ്പുറത്ത് ഗുരുനാഥൻ തന്നെ വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അന്ന് കൂട്ടക്ഷരങ്ങളെല്ലാം കൂട്ടിക്കുഴഞ്ഞു വല്ല ഗുലുമാലും ഒപ്പിച്ചെങ്കിലോ എന്ന് അവൾക്ക് നല്ല ഭയമുണ്ടായിരുന്നു. അങ്ങനെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സന്ധ്യയ്ക്ക് അവൾ ആ പഴയ വിളി വീണ്ടും കേട്ടു. ഔത്സുക്യം കിടന്ന ഓളം വെട്ടുന്ന ഹൃദയത്തോടുകൂടി അവൾ വേഗതയിൽ മുറിക്കുള്ളിൽ കടന്നു ചെന്ന് ചേട്ടാ, ചേട്ടൻ എന്നെ വിളിച്ചോ എന്ന് വിനയപൂർവം ചോദിച്ചു. തപാൽ മാസ്റ്റർ: രത്നം, ഞാൻ നാളെ പോവുകയാണ്. രത്നം: എങ്ങോട്ടാണ് ചേട്ടാ പോണത്? തപാൽ മാസ്റ്റർ: എന്റെ വീട്ടിലേക്ക്. രത്നം: എപ്പോൾ മടങ്ങി വരും? തപാൽ മാസ്റ്റർ: ഇനി ഞാൻ മടങ്ങി വരില്ല. രത്നം പിന്നെ ഒന്നും ചോദിച്ചില്ല. താൻ ഒരു സ്ഥലം മാറ്റത്തിന് അപേക്ഷിച്ചിരുന്നുവെന്നും എന്നാൽ മേലധികാരികൾ തന്റെ ആ അപേക്ഷ തള്ളിക്കളഞ്ഞതിനാൽ താൻ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് പോവുകയാണെന്നും ചോദിക്കാതെ തന്നെ അയാൾ അവളോട് പറഞ്ഞു. പിന്നെ വളരെ നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. വിളക്കു മങ്ങി മങ്ങി കത്തിക്കൊണ്ടിരുന്നു. മേൽപ്പുരയുടെ ചോർച്ചയുള്ള ഒരു ഭാഗത്തിലൂടെ മഴത്തുള്ളികൾ ടീ ടീ എന്ന് താഴെ വെച്ചിട്ടുള്ള മൺചട്ടിയിൽ വീണുകൊണ്ടിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ രത്നം പതുക്കെ എഴുന്നേറ്റ് റൊട്ടിയുണ്ടാക്കുവാനായി അടുക്കളയിലേക്കു നടന്നു. അവളുടെ നടത്തത്തിൽ പതിവ് പോലെയുള്ള ഉത്സാഹമോ ബദ്ധപ്പാടോ കാണുകയുണ്ടായില്ല. അവളുടെ തലയ്ക്കുള്ളിൽ എന്തൊക്കെയോ ആലോചനകൾ തിക്കിത്തിരക്കി കടന്നുകൂടിക്കൊണ്ടിരുന്നു. അത്താഴമെല്ലാം കഴിഞ്ഞപ്പോൾ അവൾ സാവധാനത്തിൽ തപാൽ മാസ്റ്ററോട് ചോദിച്ചു: ചേട്ടാ, എന്നെ കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകുമോ? ചിരിച്ചും കൊണ്ടാണ് തപാൽ മാസ്റ്റർ അതിന് മറുപടി പറഞ്ഞത്. അതെങ്ങനെയാണ് രത്നം? എന്തെല്ലാം കാരണങ്ങളാണ് അതിന് പ്രതിബദ്ധമായി നിൽക്കുന്നതെന്ന് അവളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് അയാൾക്ക് തോന്നിയില്ല. അന്നു രാത്രി മുഴുവനും സ്വപ്നത്തിലും ഉണർച്ചയിലുമെല്ലാം തപാൽ മാസ്റ്ററുടെ ആ ചിരിയും അതെങ്ങനെയാണ് രത്നം എന്ന ചോദ്യവും അവളുടെ കർണപുടങ്ങളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു.
പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കുളിക്കാനുള്ള വെള്ളം തയ്യാറായി ഇരിപ്പുണ്ടെന്ന് തപാൽ മാസ്റ്റർ കണ്ടു. കൽക്കത്തയിലെ ശീലമനുസരിച്ച് ഇവിടെയും അയാൾ കോരി കുളിക്കുകയായിരുന്നു പതിവ്. എപ്പോഴാണ് പുറപ്പെടുന്നതെന്ന് തപാൽ മാസ്റ്ററോട് ചോദിച്ചറിയുവാൻ എന്തുകൊണ്ടോ രത്നം ഒരുമ്പെടുകയുണ്ടായില്ല. ഒരുപക്ഷെ അതിരാവിലെ ആവശ്യമാണെന്ന് വന്നാലോ എന്ന് കരുതി തലേന്നാൾ രാത്രി തന്നെ വളരെ വൈകിയതിനു ശേഷം അവൾ തനിച്ച് പുഴയിൽ പോയി വെള്ളം കോരി കൊണ്ടുവന്നു വെച്ചിരിക്കുകയായിരുന്നു. കുളി കഴിഞ്ഞു വന്നപ്പോൾ തപാൽ മാസ്റ്റർ രത്നത്തിനെ വിളിച്ചു. അവൾ നിശബ്ദം മുറിയിൽ പ്രവേശിച്ച് മാസ്റ്ററുടെ മുഖത്തേക്ക് നോക്കിയതിനു ശേഷം കൽപ്പനയും പ്രതീക്ഷിച്ചുകൊണ്ട് നിൽപ്പായി. തപാൽ മാസ്റ്റർ: രത്നം, എനിക്ക് പകരം വന്നു ചേരുന്ന ആളോട് ഞാൻ നിന്റെ കാര്യം വേണ്ട വിധത്തിലൊക്കെ പറഞ്ഞേൽപ്പിക്കാം. എന്നെ പോലെ തന്നെ അയാളും നിന്നെ നോക്കിക്കൊള്ളും. ഞാൻ പോകുന്നല്ലോ എന്ന് വെച്ച് നീ അശേഷം വ്യസനിക്കേണ്ട. മേൽപ്പറഞ്ഞ സാന്ത്വന വാക്കുകൾ നിഷ്കളങ്കമായ സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞ ദയാർദ്രമായ ഒരു ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെട്ടത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ സ്ത്രീ ഹൃദയത്തിന്റെ രഹസ്യം അറിഞ്ഞവർ ആരുണ്ട്? തന്റെ യജമാനന്റെ അതികർക്കശങ്ങളായ അനേകം ശകാരങ്ങൾ അതിനു മുമ്പ് പലപ്പോഴും യാതൊരു എതിർപ്പും കൂടാതെ സഹിച്ചവളാണ് അവൾ. എന്നാൽ ഈ മാർദ്ദവമുള്ള വാക്കുകൾ സഹിക്കുവാൻ അവൾക്ക് ശക്തിയുണ്ടായില്ല. വികാരാവേശത്താൽ അവൾ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുപോയി. കരച്ചിലിനിടയിൽ തന്നെ അവൾ ഇപ്രകാരം അപേക്ഷിക്കുകയും ചെയ്തു: വേണ്ട വേണ്ട, ചേട്ടൻ എനിക്ക് വേണ്ടി ആരോടും ഒന്നും പറയണ്ട. ഞാൻ ഇവിടെ താമസിക്കുകയില്ല. രത്നം ഈ വിധത്തിൽ പെരുമാറുന്നത് അതിനു മുമ്പ് ഒരിക്കലും തപാൽ മാസ്റ്റർ കണ്ടിട്ടില്ല. അയാൾ അമ്പരന്ന് നിന്നുപോയി. പുതിയ തപാൽ മാസ്റ്റർ വന്നു ചേർന്നു. ചാർജ് എല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് പഴയ ആൾ യാത്രയ്ക്കൊരുമ്പെട്ടു. പുറപ്പെടുന്ന അവസരത്തിൽ അയാൾ രത്നത്തിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: രത്നം, ഇത്രയും നാളായിട്ട് ഞാൻ നിനക്ക് ഒന്നും തന്നെ തന്നിട്ടില്ല. ഇന്ന് പോകുന്ന പോക്കിൽ എന്തെങ്കിലും തന്നേച്ചു പോകണമെന്ന് എനിക്ക് വിചാരമുണ്ട്. ഈ തരുന്നത് കൊണ്ട് നിനക്ക് കുറെ നാളത്തേക്ക് ക്ലേശമൊന്നും കൂടാതെ കഴിച്ചുകൂട്ടാം. ഇത്രയും പറഞ്ഞിട്ട് ശമ്പളം കിട്ടിയ വകയിൽ നിന്ന് വഴിച്ചിലവിനുള്ള തുക മാത്രം നീക്കിവെച്ച് ബാക്കി മുഴുവനും പോക്കറ്റിൽ നിന്നും പുറത്തെടുത്ത് അയാൾ അവളുടെ നേർക്കു നീട്ടി. രത്നമാകട്ടെ പെട്ടെന്ന് അയാളുടെ കാൽക്കൽ കമിഴ്ന്നു വീണ് കാലുകൾ രണ്ടും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ അപേക്ഷിച്ചു: ചേട്ടാ, ചേട്ടന്റെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുന്നു. ഇരു കാലുകളും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് യാതൊന്നും തന്നേക്കരുത്. ഞാനിതാ വീണ്ടും വീണ്ടും കെഞ്ചി അപേക്ഷിക്കുന്നു. എന്നെപ്പറ്റി ചേട്ടൻ അശേഷം മനസ്താപപ്പെടരുത്. ഇത്രയും പറഞ്ഞൊപ്പിച്ചിട്ട് അവൾ ബന്ധപ്പെട്ടെഴുന്നേറ്റ് ആ സ്ഥലം വിട്ട് ഓടിപ്പോയി കളഞ്ഞു. തപാൽ മാസ്റ്റർ ആകട്ടെ നെടുതായൊന്ന് നിശ്വസിച്ച ശേഷം ക്യാൻവാസ് ബാഗ് കയ്യിൽ തൂക്കിപ്പിടിച്ചും കുട തോളത്തു വെച്ചും നീലയും വെള്ളയും വരകളുള്ള തകരപ്പെട്ടി ചുമട്ടുകാരനെ കൊണ്ടെടുപ്പിച്ചും പതുക്കെ വള്ളക്കടവിലേക്ക് നടന്നു. അയാൾ വഞ്ചിയിൽ കയറിയിരുന്നു. വഞ്ചി വിടുകയും ചെയ്തു. മഴ പെയ്തു നിറഞ്ഞു നിൽക്കുന്ന നദിയിലെ ഇളകിമറിയുന്ന ജലരാശി ഭൂദേവിയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്കു തള്ളി പ്രവഹിക്കുന്ന ഒടുങ്ങാത്ത കണ്ണുനീർ പോലെ നാലു വശവും തെളുതെളെ മിന്നിത്തിളങ്ങി. തപാൽ മാസ്റ്റർക്ക് ഹൃദയത്തിനുള്ളിൽ കഠിനമായ ഒരു വേദന അനുഭവപ്പെട്ടു തുടങ്ങി. പാവപ്പെട്ട ഒരു ഗ്രാമബാലികയുടെ അതികഠിനവും അവ്യക്തവുമായ മനോവ്യഥയെ സൂചിപ്പിക്കുന്ന ദയനീയമായ മുഖം അയാളുടെ നേത്രങ്ങൾക്ക് മുമ്പിൽ നിരന്തരം നൃത്തം വെച്ചു തുടങ്ങി. മടങ്ങിച്ചെന്ന് ലോകത്തിന്റെ മടിയിൽ നിന്നും വഴുതി വീണുപോയ ആ അനാഥ ബാലികയെ കൂട്ടിക്കൊണ്ടുവന്നാലോ എന്നൊരാലോചന അയാളുടെ മനസ്സിൽ കടന്നുകൂടുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ഓടുപായമേൽ കാറ്റു നല്ലവണ്ണം പിടിച്ചു കഴിഞ്ഞിരുന്നു. മഴക്കാലമായതുകൊണ്ട് പുഴയിൽ ശക്തിയേറിയ ഒഴുക്കുണ്ടായിരുന്നു. ഗ്രാമമെല്ലാം കടന്നു അകലെയുള്ള ശ്മശാനഭൂമി ദൃഷ്ടിഗോചരമാകത്തക്കവണ്ണം വഞ്ചി വളരെ ദൂരത്തിലെത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം നദിയുടെ പ്രവാഹത്തിലൂടെ വഞ്ചിയിലിരുന്ന് മുന്നോട്ടൊഴുകിപ്പോയിക്കൊണ്ടിരുന്ന നമ്മുടെ യാത്രക്കാരന്റെ അനാസക്തമായ മനസ്സിൽ ചില വേദാന്ത തത്വങ്ങളുടെ ഉദയവും ഉണ്ടായി. ഇതുപോലത്തെ എത്രയെത്ര വിയോഗങ്ങൾ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്രയെത്ര മരണങ്ങളാണ് സംഭവിക്കുന്നത്. മടങ്ങിയിട്ട് കാര്യമൊന്നുമില്ല.
ലോകത്തിൽ ആർക്കും ഒന്നും ശാശ്വതമല്ലല്ലോ. എന്നാൽ രത്നത്തിന്റെ മനസ്സിൽ ഈ വക തത്വങ്ങൾ ഒന്നും കടന്നുകൂടുകയുണ്ടായില്ല. അവൾ കണ്ണുനീരിൽ കുളിച്ചും കൊണ്ട് തപാലാപ്പീസ് ഇരിക്കുന്ന കെട്ടിടത്തിന്റെ 4 ചുറ്റും ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടേയിരുന്നു. തന്റെ ആ ചേട്ടൻ ഒരു പക്ഷെ വീണ്ടും മടങ്ങി വന്നെങ്കിലോ എന്നുള്ള നേരിയ ഒരാശ അവളുടെ മനസ്സിൽ എപ്പോഴും ശേഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെയൊരു ആശാബന്ധത്തിൽ പെട്ടുപോയത് കൊണ്ടായിരിക്കാം അവിടം വിട്ട് അകലെ എങ്ങും പൊയ്ക്കളയാൻ അവൾക്ക് കഴിയാതിരുന്നത്. ഹാ കഷ്ടം! ബുദ്ധിശൂന്യമായ മനുഷ്യഹൃദയം! മായാഭ്രമം മനുഷ്യനെ വിട്ടുമാറുവാൻ ഒന്നുകൊണ്ടും കൂട്ടാക്കുന്നില്ല. യുക്തിശാസ്ത്രത്തിന്റെ നിയമങ്ങളെല്ലാം വളരെ വൈകിയിട്ടേ തലയിൽ കയറും. പ്രബലങ്ങളായ തെളിവുകളെ പോലും അവിശ്വസിച്ച് മനുഷ്യൻ ഇല്ലാത്ത ആശയെ 2 കൈകൾ കൊണ്ടും വാരിയെടുത്ത് സർവശക്തിയോടും കൂടി ഹൃദയത്തിൽ ചേർത്ത് മുറുകെ പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയെല്ലാം വെച്ചു പുലർത്തിയ ആ ആശയാകട്ടെ പെട്ടെന്നൊരു ദിവസം ശിരാബന്ധങ്ങളെല്ലാം തകർത്തും കൊണ്ട് ഹൃദയരക്തത്തെ നിശേഷം ശോഷിപ്പിച്ചും കൊണ്ട് നിർദ്ദയം ഒളിച്ചോടിപ്പോയിക്കളയും. അപ്പോഴാണ് മനസ്സിൽ ബോധമുദിക്കുക. എന്നിട്ട് എന്തു ഫലം? ഉടനെ മറ്റൊരു ഭ്രമത്തിൽ ചെന്ന് ചാടുവാൻ മനസ്സു വെമ്പൽ കൊള്ളുകയായി.